ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് മുതൽ രണ്ടാമത്തെ മൊഡ്യൂളിലേക്കാണ് കടക്കുന്നത്. രണ്ടാമത്തെ മൊഡ്യൂളിൻ്റെ പേര് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. അപ്പോൾ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന മൊഡ്യൂളിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് സ്റ്റേറ്റിനെ പറ്റിയാണ് കേട്ടോ. രാഷ്ട്രം എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ പറ്റിയാണ് വളരെ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ആദ്യത്തെ ഹെഡിങ് ശ്രദ്ധിക്കുക. ദി സ്റ്റേറ്റ് മീനിങ്, രാഷ്ട്രത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൊളിറ്റിക്കൽ സയൻസിൽ വളരെ കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട സങ്കല്പമാണ് ഇത് രാഷ്ട്രം എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ സയൻസിൽ വളരെ കാലമായിട്ട് ഉപയോഗിച്ചു വരുന്ന, ഇന്നും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സങ്കല്പമാണ്, ഒരു കോൺസെപ്റ്റാണ് ഇത് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യ സംഘടനകളിലെ ഏറ്റവും ഉയർന്ന രൂപമാണ് രാഷ്ട്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, അല്ലേ? മനുഷ്യ സംഘടനകളിലെ ഏറ്റവും ഉയർന്ന രൂപമാണ് രാഷ്ട്രം അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അല്ലേ? സ്റ്റാറ്റ്യൂസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ ഉത്ഭവം എന്ന് മനസ്സിലാക്കുക. ജർമ്മൻ ഗോത്രവർഗ്ഗക്കാരായ ട്യൂട്ടോൺസ് ആണ് ആദ്യമായിട്ട് സ്റ്റേറ്റ് എന്ന പദം ഉപയോഗിച്ചത്. എന്നാൽ പൊളിറ്റിക്കൽ സയൻസിൽ ഇന്ന് പറയുന്ന അർത്ഥത്തിൽ സ്റ്റേറ്റ്, രാഷ്ട്രം എന്ന് പറയുന്ന ഒരു വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഇറ്റാലിയൻ ചിന്തകനായ മാക്കിയവെല്ലിയാണ് എന്നെന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. അപ്പം മാക്കിയവെല്ലിയാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന അർത്ഥത്തിൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകൻ എന്നുള്ളതും കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? പ്രാചീന ഗ്രീസിലെ ഗ്രീക്കുകാരെ രാഷ്ട്രത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പദം പോളിസ് എന്ന് പറയുന്ന വാക്കാണ്. പോളിസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സിറ്റി സ്റ്റേറ്റ്, നഗര രാഷ്ട്രം എന്നൊക്കെ ആയിരുന്നു. മനസ്സിലായോ? അപ്പോൾ പ്രാചീന ഗ്രീസിൽ രാഷ്ട്രത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന വാക്കാണ് പോളിസ്. എന്നാൽ റോമക്കാർ രാഷ്ട്രം എന്നതിന് സിവിറ്റസ് എന്ന് പറയുന്ന പദമാണ് ഉപയോഗിച്ചത്. എന്നാൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്ന വാക്ക് വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു സങ്കല്പമാണ്, മോഡേൺ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെഫിനിഷൻസ് ഓഫ് സ്റ്റേറ്റ്, രാഷ്ട്രത്തിൻ്റെ വ്യത്യസ്ത നിർവചനങ്ങൾ. അപ്പോൾ വ്യത്യസ്ത പണ്ഡിതന്മാർ രാഷ്ട്രത്തിന് വ്യത്യസ്ത നിർവചനങ്ങൾ നൽകുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ നിർവചനമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ജെ കെ ബ്ലെൻഷ്ലി രാഷ്ട്രത്തിന് നൽകുന്ന നിർവചനം: ഒരു നിശ്ചിത പ്രദേശത്ത് രാഷ്ട്രീയമായി സംഘടിപ്പിക്കപ്പെട്ട ജനങ്ങളാണ് രാഷ്ട്രം. അപ്പോൾ ഒരു പ്രത്യേക പ്രദേശത്ത് രാഷ്ട്രീയമായിട്ട് സംഘടിപ്പിക്കപ്പെട്ട ജനങ്ങളുടെ കൂട്ടത്തെയാണ് രാഷ്ട്രം എന്ന് ആര് വിളിക്കുന്നത്? ജെ കെ ബ്ലെൻഷ്ലി പറയുന്നത്. അപ്പോൾ ഒരു പ്രത്യേക പ്രദേശത്തെ ജനങ്ങൾ രാഷ്ട്രീയമായി സംഘടിക്കുമ്പോഴാണ് രാഷ്ട്രം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാവുന്നത് എന്നാണ് ആര് പറയുന്നത്? ബ്ലെൻഷ്ലി പറയുന്നത്. മനസ്സിലായോ? എന്നാൽ രണ്ടാമത്തത് ഗാർണർ പറയുന്നതനുസരിച്ച് ഭൂരിഭാഗം ജനങ്ങളും വിധേയത്വം പുലർത്തുന്ന ഒരു ഭരണകൂടമുള്ള സ്വതന്ത്രമോ അല്ലാത്തതോ ആയ ഒരു നിശ്ചിത പ്രദേശത്തെയാണ് നിശ്ചിത പ്രദേശത്തെ സമുദായത്തെയാണ് രാഷ്ട്രം എന്ന് വിളിക്കുന്നത്. മനസ്സിലായ? അതായത് ഒരു നിശ്ചിത പ്രദേശത്ത് സ്വന്തമായിട്ട് ഗവൺമെന്റ് ഉള്ള ഒരു സമുദായത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? രാഷ്ട്രം എന്ന് ഗാർണർ വിളിച്ചത്. അപ്പോൾ ഭൂരിഭാഗം ജനങ്ങളും വിധേയത്വം പുലർത്തുന്ന ഒരു ഭരണകൂടമുള്ള സ്വതന്ത്രമോ അല്ലാത്തതോ ആയ ഒരു നിശ്ചിത പ്രദേശത്തുള്ള സമുദായമാണ് രാഷ്ട്രം. അപ്പോൾ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഒരു സമുദായമാണ്, ഒരു പ്രത്യേക പ്രദേശത്തുള്ള സമുദായമാണ്. ആ സമുദായത്തിൻ്റെ പ്രത്യേകത അവർക്ക് ഭരണം നടത്താൻ സ്വന്തമായിട്ട് ഒരു ഗവൺമെൻറ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് രാഷ്ട്രത്തിൻ്റെ പ്രത്യേകതയായിട്ട് ആര് പറയുന്നത്? ഗാർണർ പറയുന്നത്. മനസ്സിലായോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാക്സ് വെബർ രാഷ്ട്രത്തിന് നൽകിയ നിർവചനമാണ്. അപ്പം മാക്സ് വെബർ കൃത്യമായിട്ട് പറയുന്നുണ്ട്: ഒരു നിശ്ചിത പ്രദേശത്ത് നിയമാനുസൃതമായി ബലം പ്രയോഗിക്കാൻ കഴിയുന്ന മനുഷ്യ സമുദായമാണ് രാഷ്ട്രം, അല്ലേ? അതായത് ഒരു നിശ്ചിത പ്രദേശത്ത് നിയമാനുസൃതമായിട്ട് ബലം പ്രയോഗിക്കാൻ കഴിവുള്ള മനുഷ്യ സമുദായത്തെയാണ് രാഷ്ട്രം എന്ന് ആര് വിളിക്കുന്നത്? മാക്സ് വെബർ വിളിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ രാഷ്ട്രം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഒരു നിശ്ചിത പ്രദേശത്ത് നമ്മളൊന്ന് എന്നുള്ള ബോധത്തോടെ ജീവിക്കുകയും ഭരിക്കാൻ ഒരു ഗവൺമെൻറ്റും ഉള്ള സമുദായത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? രാഷ്ട്രം എന്ന് വിളിക്കുക. മനസ്സിലായോ? അതായത് ഒരു നിശ്ചിത പ്രദേശത്തെ ജനങ്ങൾ നമ്മളൊന്നാണ് എന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കുകയും അവരെ ഭരിക്കാൻ ഒരു ഗവൺമെൻറ് കൂടി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? രാഷ്ട്രം. മനസ്സിലായിട്ടുണ്ടല്ലോ? എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക. എലമെന്റ്സ് ഓഫ് സ്റ്റേറ്റ്, രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ. അപ്പോൾ രാഷ്ട്രത്തിന് പണ്ഡിതന്മാർ വ്യത്യസ്ത നിർവചനങ്ങൾ നൽകുന്നുണ്ടെങ്കിലും, നിർവചനത്തിൻ്റെ കാര്യത്തിൽ പണ്ഡിതന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും, എല്ലാ ചിന്തകന്മാരും രാഷ്ട്രത്തിന് പൊതുവായിട്ടുള്ള 4 പ്രധാന ഘടകങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എല്ലാ ചിന്തകന്മാരും രാഷ്ട്രത്തിന് പൊതുവായിട്ട് 4 ഘടകങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തത് ടെറിറ്ററിയാണ്, ഭൂപ്രദേശമാണ്. രണ്ടാമത്തത് പോപ്പുലേഷന്, ജനസംഖ്യയാണ്. മൂന്നാമത്തത് ഗവൺമെൻറ്, ഭരണകൂടം. നാലാമത്തത് സോവറിനിറ്റി, പരമാധികാരം.
അപ്പോൾ രാഷ്ട്രത്തിന് 4 ഘടകങ്ങൾ ഉണ്ട് എന്നാണ് എലമെന്റ്സ് ഓഫ് സ്റ്റേറ്റിൽ രാഷ്ട്രത്തിന് 4 ഘടകങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതായത് ഭൂപ്രദേശം, ജനസംഖ്യ, ഭരണകൂടം, പരമാധികാരം. ഈ 4 കാര്യങ്ങൾ ഒത്തുചേരുമ്പോഴാണ് ഒരു രാഷ്ട്രമായി മാറുന്നത്. അപ്പൊ രാഷ്ട്രത്തിന് എത്ര എലമെന്റ് ഉണ്ട്? 4 ഘടകങ്ങളുണ്ട്. ഭൂപ്രദേശം വേണം, ജനങ്ങൾ വേണം, ഭരണകൂടം വേണം, അതുപോലെ തന്നെ പരമാധികാരം വേണം. ഈ 4 ഉണ്ടെങ്കിലേ ഒരു പ്രദേശം രാഷ്ട്രമായി മാറുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഒരു രാഷ്ട്രത്തിന്റെ ഒന്നാമത്തെ എലമെന്റ് ടെറിറ്ററി, ഭൂപ്രദേശമാണ്. ഏതൊരു രാഷ്ട്രത്തിനും ഒരു നിശ്ചിത ഭൂപ്രദേശം ഉണ്ടായിരിക്കണം. അപ്പോൾ ഏതൊരു രാഷ്ട്രത്തിന് നിശ്ചിത അതിർത്തി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് രാഷ്ട്രത്തിന്റെ പ്രത്യേകത, അല്ലേ? നിശ്ചിത പ്രദേശം എന്ന് പറയുമ്പോൾ അവിടുത്തെ ഭൂമി, ജലാശയങ്ങൾ, വായുമണ്ഡലം ഒക്കെ അതിർത്തിന്റെ ഭാഗമാണ്, അല്ലേ? അപ്പൊ ആധുനിക രാഷ്ട്രങ്ങൾക്കെല്ലാം ഒരു നിശ്ചിത ഭൂപ്രദേശം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം, അല്ലേ? ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് കൃത്യമായിട്ടുള്ള അതിർത്തികളുണ്ട്, അല്ലേ? അപ്പോൾ നിശ്ചിത പ്രദേശം ഏതൊരു രാഷ്ട്രത്തിനും അത്യാവശ്യമാണ്. നിശ്ചിത ഭൂപ്രദേശം ഇല്ലെങ്കിൽ രാഷ്ട്രം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിന് എന്തുണ്ടാവില്ല? ഐക്യം ഉണ്ടാവില്ല, അല്ലേ? ഒരു പ്രദേശത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നത് ആ അതിർത്തികളാണ് എന്നെന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. അപ്പൊ ഇത് സ്വന്തം പ്രദേശത്തോടുള്ള ദേശസ്നേഹത്തിനൊക്കെ വഴിയൊരുക്കുന്നത് ഒരു നിശ്ചിത ഭൂപ്രദേശം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഇന്ത്യ എന്ന രാജ്യത്തിന് കൃത്യമായ അതിർത്തികളുണ്ട്. അപ്പൊ ആ അതിർത്തിക്കുള്ളിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് ഞങ്ങളൊക്കെ ഒന്നാണെന്നുള്ളൊരു വികാരം വരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ദേശീയത നിലനിൽക്കുന്നത്, അല്ലേ? അപ്പോൾ ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച് അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ, സാമ്പത്തിക സ്രോതസ്സുകൾ ഇതൊക്കെ കൃത്യമായിട്ട് വിനിയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു അതിർത്തി ആവശ്യമാണ്. അപ്പോൾ രാഷ്ട്രത്തിന്റെ ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യമാണ് അതിർത്തി. അപ്പോൾ രാഷ്ട്രത്തിന്റെ ഒന്നാമത്തെ എലമെന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് ടെറിറ്ററി, ഭൂപ്രദേശമാണ്. ഏതൊരു രാഷ്ട്രത്തിനും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ഘടകം എന്താണ്? നിശ്ചിത ഭൂപ്രദേശം ഏതൊരു രാഷ്ട്രത്തിനും ഉണ്ടാവണം. ഇനി ഭൂപ്രദേശം മാത്രം പോരാ, ആ ഭൂപ്രദേശത്ത് ജനങ്ങളും കൂടി വേണം, അല്ലേ? രണ്ടാമത്തെ എലമെന്റ് ആണ് പോപ്പുലേഷൻ, അല്ലേ? അപ്പൊ രാഷ്ട്രം എന്നത് ഒരു മാനുഷിക സ്ഥാപനമാണ്, അല്ലെ? മനുഷ്യരില്ലാത്ത ഒരു രാഷ്ട്രത്തെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റൂല, അല്ലെ? അന്റാർട്ടിക്ക എന്ന് പറയുന്നത് ഒരു നിശ്ചിത ഭൂപ്രദേശമാണ്, പക്ഷെ അതിനെ രാഷ്ട്രമായിട്ട് കാണാൻ കാരണം എന്താ? ജനങ്ങളില്ല. അപ്പൊ ജനങ്ങൾ ഉണ്ടെങ്കിലേ ഒരു നിശ്ചിത ഭൂപ്രദേശം മാത്രം പോരാ, ആ നിശ്ചിത ഭൂപ്രദേശത്ത് കൃത്യമായി ജനങ്ങളുണ്ടെങ്കിലേ ആ പ്രദേശത്തിന് രാഷ്ട്രമാകാൻ കഴിയുള്ളൂ. അപ്പോൾ ജനങ്ങളില്ലാത്ത ഒരു രാഷ്ട്രത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പറ്റൂല. അപ്പോൾ പോപ്പുലേഷന് ഒരു രാഷ്ട്രത്തിന് വേണ്ട രണ്ടാമത്തെ ഘടകം ഏതാണ്? എലമെന്റ് ഏതാണ്? പോപ്പുലേഷൻ ആണ്, ജനസംഖ്യയാണ് എന്നുള്ള എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച് ഭരിക്കാനും ഭരിക്കപ്പെടാനും ജനങ്ങൾ ആവശ്യമാണ്, അല്ലേ? പൊതുവായ താല്പര്യങ്ങളുടെയും നിയമങ്ങളുടെയും സ്ഥാപനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുമിക്കപ്പെട്ട ജനങ്ങളുടെ കൂട്ടായ്മയാണ് നമ്മൾ രാഷ്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ പ്ലേറ്റോന്റെ അഭിപ്രായത്തിൽ ഒരു മാതൃകാ രാഷ്ട്രത്തിൽ 5040 ആളുകൾ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ ജനസംഖ്യ വളരെ കൂടാനോ കുറയാനോ പാടില്ല എന്ന് പറയുന്നതാണ് ആരുടെ അഭിപ്രായം? രാഷ്ട്രത്തെ പറ്റിയുള്ള അരിസ്റ്റോട്ടലിന്റെ അഭിപ്രായം. അപ്പോൾ ഭൂമിയിൽ ജനവാസം ഇല്ലാത്ത ഒരു പ്രദേശത്തിന് രാഷ്ട്രമാവാൻ പറ്റൂല എന്നാണ് ലീകോക്കിനെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ ഒരു രാഷ്ട്രത്തിന് രണ്ടാമത് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് ആണ് ഏത്? ജനങ്ങൾ, പോപ്പുലേഷൻ. അപ്പോൾ ഒരു രാഷ്ട്രത്തിന് ഒന്നാമത് വേണ്ട ഘടകം എന്ന് പറയുന്നത് ടെറിട്ടറി, ഒരു നിശ്ചിത പ്രദേശം വേണമെന്ന് പറഞ്ഞു. ആ പ്രദേശത്ത് പോപ്പുലേഷന്, ജനങ്ങൾ വേണമെന്ന് പറഞ്ഞു. മൂന്നാമത്തത് ഗവൺമെന്റ് ആണ്, ഭരണകൂടം. അപ്പോൾ രാഷ്ട്രത്തിന്റെ മൂന്നാമത്തെ എലമെന്റ് ഏതാ? ഗവൺമെന്റ് ആണ്. അപ്പോൾ ഇന്നും രാഷ്ട്രത്തിന്റെ അനിവാര്യ ഘടകമായിട്ട് നമുക്ക് ഗവൺമെന്റിനെ കാണാൻ പറ്റും, അല്ലേ? അപ്പോൾ ഒരു രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിൽ പൊതുവായ ചില നിയമങ്ങളും ചട്ടങ്ങളൊക്കെ അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ സംഘടിപ്പിക്കാനും ഇതിനൊക്കെ എന്ത് വേണം? കൃത്യമായ ഒരു ഗവൺമെന്റ് എന്ന് പറയുന്ന സംവിധാനം വേണം, അല്ലേ? അപ്പോൾ നിശ്ചിത പ്രദേശം വേണം, ജനങ്ങൾ വേണം, അതിനൊപ്പം അവിടെ കൃത്യമായ നിയമങ്ങളും നടപ്പാക്കാനും നിയമങ്ങൾ ഉണ്ടാക്കാനൊക്കെ വേണ്ടി ആര് വേണം? ഗവൺമെന്റ് വേണം, അല്ലേ? അപ്പോൾ ഒരു രാഷ്ട്രത്തിനകത്ത് നിയമങ്ങൾ നടപ്പാക്കാനും അനുസരണ ഉറപ്പുവരുത്താനും ഒക്കെ സഹായിക്കുന്ന ഏജൻസി ആയിട്ടാണ് നമ്മൾ ഗവൺമെന്റിനെ കാണേണ്ടത്, അല്ലേ? പലപ്പോഴും ഗവൺമെന്റിനെ നമ്മൾ രാഷ്ട്രമായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. രാഷ്ട്രം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ ഒരു ഏജൻസി മാത്രമാണ് ഇത് ഗവൺമെന്റ്. അതായത് രാഷ്ട്രം അതിന്റെ നിയമങ്ങൾ ഉണ്ടാക്കാനും അത് നടപ്പാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഏജൻസിയാണ് ഇത് ഗവൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ രാഷ്ട്രത്തിന് അതിന്റെ അധികാരം കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് എന്ന് പറയുന്ന സംവിധാനം വേണം. രാഷ്ട്രം അതിന്റെ അധികാരം ഉപയോഗിക്കുന്നത് ആരിലൂടെയാണ്? ഗവൺമെന്റിലൂടെയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ രാഷ്ട്രം എന്നും നിലനിൽക്കുന്നതാണ് എന്നുള്ളത് ഓർത്തുവെക്കുക. ഗവൺമെന്റ് താൽക്കാലികമാണ്. ഓക്കെ, ഇതാണ് രാഷ്ട്രവും ഗവൺമെന്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. മനസ്സിലായോ? രാഷ്ട്രം എന്നും നിലനിൽക്കുമ്പോൾ ഗവൺമെന്റ് ഓരോ കാലഘട്ടത്തിലും മാറ്റത്തിന് വിധേയമാണ് എന്നുള്ളത് എന്ത് ചെയ്യുക? ഓർത്തുവെക്കുക. അപ്പോൾ ഒരു രാഷ്ട്രത്തിന് വേണ്ട മൂന്നാമത്തെ എലമെന്റ് ഏതാണ്? ഗവൺമെന്റ് ആണ്. ഓക്കെ.
ഇനി നമ്മൾ കടക്കുന്നത് രാഷ്ട്രത്തിന്റെ 4ാമത്തെ എലമെന്റിലേക്കാണ്. രാഷ്ട്രത്തിന്റെ 4ാമത്തെ എലമെന്റ് ഘടകം എന്ന് പറയുന്നത് സോവറിനിറ്റി, പരമാധികാരമാണ്. അപ്പോൾ സൂപ്പറാനസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് സോവറിനിറ്റി എന്ന് പറയുന്ന പദം വരുന്നത്. അതിൻ്റെ അർത്ഥം മേധാവിത്വം എന്നാണ്, അല്ലേ? അപ്പോൾ ഒരു രാഷ്ട്രത്തിന് അതിൻ്റെ അതിർത്തിക്കുള്ളിലെ മേധാവിത്വത്തെയും ബാഹ്യമായ ശക്തികളിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെയും സൂചിപ്പിക്കുന്ന പദമാണേത്? സോവറിനിറ്റി, പരമാധികാരം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്തെ സംബന്ധിച്ച് അതിൻ്റെ അതിർത്തിക്കുള്ളിൽ അതിന് മേധാവിത്വം ഉണ്ട്, അല്ലേ? അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ശക്തികളിൽ നിന്ന് അതിനെന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. ഇതിനെ സൂചിപ്പിക്കുന്ന പദമാണേത്? സോവറിനിറ്റി, പരമാധികാരം എന്ന് പറയുന്നത്. അപ്പോൾ ആധുനിക രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഇത് പരമാധികാരം എന്ന് പറയുന്നത്. നമുക്ക് ഈ സോവറിനിറ്റിയെ, പരമാധികാരത്തെ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. അതിൽ ഒന്ന് ഇന്റേണൽ സോവറിനിറ്റി ഉണ്ട്, രണ്ടാമത്തത് എക്സ്റ്റേണൽ സോവറിനിറ്റി ഉണ്ട്. ഇന്റേണൽ സോവറിനിറ്റി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന് ആ രാഷ്ട്രത്തിന്റെ അതിർത്തിക്കുള്ളിൽ പരിധിയില്ലാത്ത അധികാരങ്ങളുണ്ട്. ഇതാണ് ഇന്റേണൽ സോവറിനിറ്റി. അപ്പോൾ ഒരു രാജ്യത്തിന് ആ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ പരമാധികാരമുണ്ട്, അല്ലേ? പരിധിയില്ലാത്ത അധികാരം ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ഇന്റേണൽ സോവറിനിറ്റി എന്ന് പറയാം. എന്നാൽ എക്സ്റ്റേണൽ സോവറിനിറ്റി ഉണ്ട്. എക്സ്റ്റേണൽ സോവറിനിറ്റി എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായിക്കൊണ്ട് ഒരു രാഷ്ട്രം അനുഭവിക്കുന്ന പരമാധികാരത്തെയാണ് നമ്മൾ എക്സ്റ്റേണൽ സോവറിനിറ്റി എന്ന് പറയുന്നത്. അതിന് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. മനസ്സിലായോ? അപ്പോൾ രണ്ട് തരത്തിലുള്ള പരമാധികാരങ്ങളാണ് ആധുനിക രാഷ്ട്രങ്ങൾക്കുള്ളത്. ഒന്ന് ഇന്റേണൽ സോവറിനിറ്റി ഉണ്ട്, രണ്ട് എക്സ്റ്റേണൽ സോവറിനിറ്റി ഉണ്ട്. അപ്പോൾ പൊതുവെ രാഷ്ട്രം, ഒരു പ്രദേശം രാഷ്ട്രമാകണം എന്നുണ്ടെങ്കിൽ അതിന് 4 ഘടകങ്ങൾ, 4 പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. ഒന്നാമത്തത് ടെറിട്ടറി, ഒരു നിശ്ചിത ഭൂപ്രദേശം ഒരു രാഷ്ട്രത്തിന് അത്യാവശ്യം വേണ്ട കാര്യമാണ്. രണ്ടാമത്തത് പോപ്പുലേഷൻ, ജനങ്ങളാണ്. മൂന്നാമത്തത് ഗവൺമെൻറ് ആണ്. നാലാമത്തത് സോവറിനിറ്റി, പരമാധികാരം, അല്ലേ? അപ്പോൾ രാഷ്ട്രത്തിൻ്റെ 4 എലമെൻ്റ് ഏതൊക്കെയാണ്? ഒന്ന് ടെറിട്ടറി, ഭൂപ്രദേശം. 2 പോപ്പുലേഷൻ, ജനങ്ങൾ. മൂന്നാമത്തത് ഗവൺമെൻറ്. 4ാമത്തെ എലമെൻറ്റ് സോവറിനിറ്റി, പരമാധികാരം. ഈ 4 ഘടകങ്ങൾ ചേരുന്നതാണ് രാഷ്ട്രം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ഭാഗവുമായിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.